الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന്, ജീവിതത്തിൽ തഖ്വ കൈക്കൊള്ളണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി അള്ളാഹുവോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെ അവൻ ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പിതാവ് മകന്റെ അനുസരണക്കേടിനെ കുറിച്ചും കുരുത്തക്കേടിനെ കുറിച്ചുമൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് കടന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ വിളിച്ചു വരുത്തി. എന്നിട്ട് വാപ്പയോട് കാണിക്കുന്ന അനുസരണക്കേടിനെ കുറിച്ചും കുരുത്തക്കേടിനെ കുറിച്ചുമൊക്കെ അവനെ താക്കീത് ചെയ്തു.
ആ മകൻ അതെല്ലാം ഖലീഫയിൽ നിന്ന് അമീറുൽ മുഅ്മിനീനിൽ നിന്ന് കേട്ടു നിന്നതിന് ശേഷം അമീറുൽ മുഅ്മിനീനോട് അവൻ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി, വാപ്പാക്ക് മകനോട് പാലിക്കേണ്ടുന്ന വല്ല ബാധ്യതകളുമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലേ എന്ന് ആ മകൻ ഖലീഫയോട് ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, എന്തൊക്കെയാണത്? ഉമർ റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഒന്നാമത്തേത് അൻ യന്തഖിയ ഉമ്മഹു, അവന് വേണ്ടി, നല്ല മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മകന് വേണ്ടി ബാപ്പയുടെ ഒന്നാമത്തെ ബാധ്യത നല്ല ഒരു മകനെ, നല്ല ഒരു ഉമ്മയെ അവന് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നതാണ്. രണ്ടാമത്തേത് വയുഹ്സിന ഇസ്മഹു, അവന് നല്ല പേര് വിളിക്കുക എന്നതാണ്. മൂന്നാമത്തേത് വയുഅല്ലിമഹുൽ കിതാബ്, അവന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ആ മകൻ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഇന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്, എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തിട്ടില്ല. അമ്മ ഉമ്മി ഫഇന്നഹാ സിൻജിയത്തുൻ കാനത് ലിമജൂസി, ഒന്നാമതായി എന്റെ ഉമ്മ നേരത്തെ ഒരു അഗ്നി ആരാധകന്റെ അടിമയായി കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്റെ വാപ്പ എനിക്ക് വേണ്ടി ഒരു ഉമ്മയെ തെരഞ്ഞപ്പോ നല്ല ഒരു ഉമ്മയെയല്ല തെരഞ്ഞെടുത്തത് എന്നതാണ് അവന്റെ വാദം. വഖസ് സമ്മാനി ജുഅലൻ, എനിക്ക് നല്ല പേരല്ല വാപ്പ നൽകിയത്. ഞാൻ സമൂഹത്തിൽ പരിഹസിക്കപ്പെടുന്ന വിധത്തിൽ മോശം അർത്ഥമുള്ള ഒരു പേരാണ് എന്റെ വാപ്പ എനിക്ക് പേരായി വിളിച്ചത്. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദൻ എന്ന് മാത്രമല്ല, എന്റെ വാപ്പ ഖുർആനിൽ നിന്ന് ഒരക്ഷരവും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വാദിപ്രതിയായ അവസ്ഥയുണ്ടായി. അദ്ദേഹം പരാതിയുമായി വന്ന ബാപ്പയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അയാളോട് പറഞ്ഞു, എടോ, നിന്റെ ബാപ്പ, നിന്റെ മകൻ നിന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ്, നിന്നോട് ദുഷിച്ചു പെരുമാറുന്നതിന് മുമ്പ് നീ അവനോടാണ് ദുഷിച്ചു പെരുമാറുകയും അവനെ ഉപദ്രവിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് പിതാവിനെ ശകാരിക്കുന്ന സാഹചര്യമുണ്ടായി എന്നതാണ്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ ഖുലഫാ ഉർ റാഷിദുകളുടെ ശ്രേണിയിൽ 5ാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ ജീവിതാന്ത്യത്തിൽ മക്കൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വസീയത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന വസീയത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ സീറ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അലി സുല്ലാബി അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സീറ പരമ്പരയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കനപ്പെട്ട ഒരു വോള്യത്തിൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളും ആ അവസാന സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വസിയത്തുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അളിയൻ, ഭാര്യ സഹോദരൻ മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് ആണ് ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ സന്തത സഹചാരിയായി കൂടെയുണ്ടായിരുന്നത് മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് ആയിരുന്നു. മരണാസന്നനായ സമയത്ത് രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ മസ്ലമ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് വന്നിട്ട്, യാ അമീറൽ മുഅ്മിനീൻ, ഇന്നക ഖദ് അഫ്ഖർത അഫ്വാഹ വലദിക മിൻ ഹാദൽ മാൽ,
അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ മക്കളെ ദരിദ്രരായിട്ടാണ് വിട്ടേച്ചു പോകാൻ പോകുന്നത്. താങ്കൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന ഖജനാവിൽ നിന്ന്, ആ ഖജനാവിലുള്ള ധനത്തിൽ നിന്ന് വേണ്ട ഓഹരിയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് താങ്കൾ മരിച്ചു പോകുമ്പോൾ മക്കൾ ദരിദ്രരായി മാറാൻ പോവുകയാണ്. അതേതായാലും കാര്യങ്ങൾ അവിടെ അവസാനിച്ചു. ഇനിയെങ്കിലും ഫലൗ ഔസൈത ബിഹിം ഇലയ്യ വ ഇലാ നുളറാഇ മിൻ ഖൗമിക ഫകഫൗക മഊനതഹും, ഇനിയെങ്കിലും താങ്കൾക്ക് ശേഷം അവരുടെ കാര്യങ്ങൾ എന്നെയോ എന്നെപ്പോലെ താങ്കൾക്ക് വിശ്വാസമുള്ള മാരെയെങ്കിലുമോ വസീയത്തായി ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിത ചെലവുകൾ വഹിക്കുവാൻ അവർ മതിയാകും. അതുകൊണ്ട് ആ വസീയത്തെങ്കിലും താങ്കൾ നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടു. ഇത് കേട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരോട് തന്നെയൊന്ന് എണീപ്പിച്ചിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. കിടക്കുന്നിടത്തു നിന്ന് അവർ അദ്ദേഹത്തെ എണീപ്പിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് സമിഅതു മഖാലതക യാ മസ്ലമേ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ എന്റെ മക്കളെ ഞാൻ ദരിദ്രരായിട്ടാണ് ഈ ഖജനാവിലുള്ള, ഞാൻ ഭരിക്കുന്ന നാടിന്റെ ഖജനാവിന്റെ ആനുകൂല്യങ്ങൾ നൽകാതെയാണ്, അങ്ങനെ ഞാൻ ദരിദ്രരായിട്ടാണ് അവരെ വിട്ടേച്ചു പോകുന്നത് എന്ന് നീ പറഞ്ഞത്. ഫവല്ലാഹി മാ ളലംതുഹും ഹഖ്ഖൻ ഹുവ ലഹും, അല്ലാഹുവാണ് സത്യം, എനിക്കുറപ്പുണ്ട് എന്റെ മക്കളാണെന്നതിന്റെ പേരിൽ അവർക്ക് ഈ രാജ്യത്തെ ഖജനാവിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരവകാശത്തെയും ഞാൻ തടഞ്ഞു കളഞ്ഞിട്ടില്ല. വലം അകുൻ ലിഉഅ്തിയഹും ശൈഅൻ ലിഗൈരിഹിം, അതേ സമയത്ത് അവർക്ക് അവകാശപ്പെട്ടതും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുമായ ഒന്നും അവർക്ക് നൽകാനും ഞാൻ മെനക്കെട്ടിട്ടില്ല. ആ കാര്യത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വഅമ്മാ മാ ഖുൽത ഫിൽ വസിയ്യ, അതേ സമയത്ത് എന്റെ മരണശേഷം എന്റെ മക്കളുടെ സാമ്പത്തിക സ്ഥിതി, ജീവിതസ്ഥിതി നന്നാക്കാൻ വേണ്ടി അവരെ ഏതെങ്കിലും ഒരു ധനികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അതിനുവേണ്ടി വസിയ്യത്ത് ചെയ്യുക എന്ന് താങ്കൾ ആവശ്യപ്പെട്ടത്. ഫഇന്ന വസിയ്യതി ഫീഹിം, എന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്കവർക്ക് നൽകാനുള്ള, അവരുടെ കാര്യത്തിലുള്ള എന്റെ വസിയ്യത്ത്, ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സ്വാലിഹീൻ, വിശുദ്ധ ഖുർആനിലെ ഈ വചനമാകുന്നു. സൂറത്തുൽ അഅറാഫിൽ 196-ാമത്തെ ആയത്ത്, ഇന്ന വലിയല്ലാഹ്, തീർച്ചയായും എന്റെ രക്ഷകൻ, എന്റെ രക്ഷകർത്താവ്, എന്റെ സംരക്ഷകൻ അല്ലാഹുവാകുന്നു. വഹുവ യതവല്ലസ് സ്വാലിഹീൻ, തീർച്ചയായും സൽക്കർമ്മികളെ, സുഹൃതവാന്മാരെ അവൻ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതാകുന്നു. ഇതാണ് എന്റെ മക്കളുടെ കാര്യത്തിലുള്ള എന്റെ വസിയ്യത്ത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, വഇന്നമാ വലദു ഉമർ ബൈന അഹദി റജുലൈൻ, തീർച്ചയായും എന്റെ മക്കൾ, ഉമറിന്റെ മക്കൾ രണ്ടാലൊരു രീതിയിലായിരിക്കും എനിക്ക് ശേഷം ഉണ്ടാവുക. ഇമ്മാ സ്വാലിഹുൻ ഫസയുഗ്നീഹുല്ലാഹ്, ഒന്നുകിൽ എന്റെ മക്കൾ നല്ലവരായിരിക്കും, സ്വാലിഹുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു ബേജാറും ഉണ്ടാകേണ്ടതില്ല. കാരണം അല്ലാഹു വഹുവ യതവല്ലസ് സ്വാലിഹീൻ, അല്ലാഹു അവർ സ്വാലിഹുകളാണെങ്കിൽ അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതാണ്, അവരെ അല്ലാഹു സമ്പന്നരാക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ മക്കൾ നേരെ തിരിച്ചായിരിക്കും, അവർ നല്ലവരായിരിക്കുകയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഫലൻ അകൂന അവ്വല മൻ അആനഹു ബിൽ മാലി അലാ മഅസിയത്തില്ലാഹ്, അങ്ങനെ നല്ലവനല്ലാത്ത ഒരു മകനെ അവൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളിൽ അവനെ സമ്പത്ത് കൊണ്ട് സഹായിക്കുന്ന ആദ്യത്തെ ആളാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. മക്കളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടുന്ന കൺസേണിനെ സൂചിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ്, അല്ലെങ്കിൽ മക്കളോട് രക്ഷിതാക്കൾക്കുണ്ടാകേണ്ടുന്ന, പ്രത്യേകിച്ചും പിതാക്കന്മാർക്കുണ്ടാകേണ്ടുന്ന
ബാധ്യതയെ സൂചിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു പരീക്ഷ റിസൾട്ട് അനന്തര കാലത്താണ് ഉള്ളത്. SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുന്നു. 100% എന്ന് പറയാവുന്ന പോലെ 99.69% കുട്ടികളും SSLC പരീക്ഷയിൽ വിജയം നേടിയിരിക്കുന്നു. അവരിൽ ചിലർ വളരെ ഉന്നതമായ വിജയം നേടിയിരിക്കുന്നു. ബാക്കിയുള്ളവർ അതിന്റെ തൊട്ടു താഴെയുള്ള ഗ്രേഡുകൾ നേടി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അഥവാ മഹാഭൂരിഭാഗം വരുന്ന പരീക്ഷ എഴുതിയ കുട്ടികളും അവരുടെ ഉപരിപഠനത്തിന് എലിജിബിൾ ആയിരിക്കുന്നു, യോഗ്യത നേടിയിരിക്കുന്നു എന്ന റിസൾട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ റിസൾട്ടും പുറത്തു വന്നിരിക്കുന്നു. SSLCയെ അപേക്ഷിച്ച് അതിന്റെ റിസൾട്ട് താരതമ്യേന അതിന്റെ ശതമാനക്കണക്കിൽ കുറവ് കാണിക്കുന്നു. 78.69% അതിൽ മൊത്തത്തിലുള്ള വിജയം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ റിസൾട്ട് അല്ല നമ്മുടെ വിഷയം. മറിച്ച് ഈ സന്ദർഭം നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ ഉപരിപഠനത്തെക്കുറിച്ച് ആലോചിക്കുന്ന, ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുന്ന ഒക്കെ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ യാഥാർത്ഥ്യബോധമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തന്നെ മർമ്മപ്രധാനമായ പ്രശ്നങ്ങളുണ്ട് എന്നതിനെ നമ്മൾ മറന്നുപോകരുത്. നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹു കനിഞ്ഞു നൽകിയിട്ടുള്ള, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹു അവധി കുറിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന കാര്യം മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ജീവിതത്തിനകത്താണ് നമുക്ക് ദുനിയാവിലെ ഒരു ജീവിതമുണ്ടാകുന്നതും ആ ദുനിയാവിലെ ജീവിതത്തിലാണ് നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമായി വരുന്നതും ആ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്താണ് എന്ന് നമ്മൾ നിർണയിക്കുന്നതും. അങ്ങനെ നമ്മൾ നിർണയിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ, നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ തിരിച്ചുവിടുകയും ചെയ്യുന്നത് നമ്മുടെ വിശാലമായ ഒരു ജീവിതത്തിനകത്ത് നിന്നാണ് എന്നത് നമ്മൾ മറന്നുകൂടാ. ജീവിതത്തിന്റെ ആ വിശാലമായ തലങ്ങളെ മറന്നുകൊണ്ട് ദുനിയാവ് എന്ന് പറയുന്ന ടാവട്ടത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതം, തീർത്തും ഭൗതിക പ്രധാനം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന കണക്കുകൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും, ഓരോ സന്ദർഭങ്ങളിലും, ഓരോ ടേണിംഗ് പോയിന്റുകളിലും ദിശ നിർണയിക്കുന്നത് എത്രത്തോളം ബുദ്ധിപരമായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അറിവിന് മത ഭൗതിക ഭേദമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ അറിവും പ്രധാനമാണ്, എല്ലാ അറിവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നല്ല, എല്ലാ അറിവുകളും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാക്കുന്നതിനും ഈ ജീവിതത്തിന്റെ ആത്യന്തികമായി അതിന്റെ നിയന്താവായ, അതിന്റെ ഉടമസ്ഥനായ യഥാർത്ഥ ദൈവത്തെ, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനും വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ പക്ഷേ മനുഷ്യർ പകുത്തുമാറ്റി ഭൗതിക വിദ്യാഭ്യാസത്തെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തി മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ തീർത്തും ഭൗതിക പ്രാധാന്യമുള്ള, ഭൗതിക പ്രേരിതമായ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീർത്തും ഭൗതികമായി പോയ ഒരു വിദ്യാഭ്യാസ ക്രമത്തിന്റെ അപകടങ്ങളാണ്, അത് സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളാണ്, ധാർമ്മികതയോട്
മൂല്യങ്ങളോട് ഒന്നും കടപ്പാടില്ലാത്ത, ദൈവബോധമില്ലാത്ത, അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത, അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത ഒരു ജനതയെ, ഒരു ജനറേഷനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസം നമുക്ക് നൽകപ്പെട്ടതിന്റെ ദുരന്ത ഫലങ്ങളാണ് ലോകം ഇന്നെത്തിപ്പെട്ടിട്ടുള്ള എല്ലാ ക്രൈസിസുകളും, എല്ലാ പ്രതിസന്ധികളും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ചുമുള്ള ഭൗതിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിലുള്ള പഠനങ്ങളിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യർ ഒരു കാലത്തും അനുഭവിക്കുന്ന ഭൗതികമായ പ്രതിസന്ധികൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ അവയൊന്നും സാമ്പത്തിക പ്രതിസന്ധികളല്ല എന്നും അവ ഭൗതിക പ്രതിസന്ധികളല്ല എന്നും, അത് മറിച്ച് മനുഷ്യൻ അനുഭവിക്കുന്ന ധാർമ്മികവും മൗലികവുമായ പ്രതിസന്ധികളാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ അവിടേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതമൂല്യങ്ങൾ വിസ്മരിക്കുന്നതുകൊണ്ട്, ദൈവിക മൂല്യങ്ങൾ വിസ്മരിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധാർമ്മികതയും മൂല്യങ്ങളും കൈവെടിയുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങൾ, നമ്മുടെ ജോലികൾ, തൊഴിലുകൾ, ഇങ്ങനെ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും പാലിക്കേണ്ടുന്ന ധർമ്മങ്ങളും മൂല്യങ്ങളും ദൈവിക നിയമങ്ങളും നമ്മൾ അവഗണിക്കുന്നത് കൊണ്ട് ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ വളരെ സ്വാർത്ഥമായി ആലോചിച്ച് വളരെ വ്യക്തി അധിഷ്ഠിതമായ നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മുടെ കുട്ടികളെക്കുറിച്ചും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും ആലോചിക്കുമ്പോൾ കേവലം ഒരു കരിയർ പ്രധാനമായ സ്വപ്നങ്ങൾ നെയ്യുന്നു എന്ന അവസ്ഥയിലാണ് കുറെ കാലങ്ങളായി നമ്മൾ ഉള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ അപകടങ്ങളാണ് നിലവിൽ തന്നെയും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അപകടങ്ങൾ നേരിട്ട് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തെങ്കിലും, ഒരു സന്ദർഭത്തിലെങ്കിലും നമ്മൾ ചില പുനരാലോചനകൾ നടത്തേണ്ടതാണ്. ജീവിതത്തിന് അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ, അതിന്റെ വിശാലമായ തലത്തിൽ ജീവിതത്തെ കാണാൻ നമുക്ക് കഴിയണം. ആ ജീവിതത്തെ കണ്ട് ആ ജീവിതത്തിന് നൽകപ്പെട്ട ഒരു മാർഗദർശനത്തെ മുൻനിർത്തി വേണം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്യാൻ, ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകളും ടാർഗറ്റുകളും ഉണ്ടാകാൻ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്നത് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടുന്ന കാലമാണിത്. അതുകൊണ്ട് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ കുട്ടികളുടെ ഉപരിപഠനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ അവരുടെ ഭാവിയിലുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്ന് ആലോചിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മതമൂല്യങ്ങൾ പകർന്നു നൽകാനുള്ള ബാധ്യത രക്ഷിതാക്കൾ, മാതാപിതാക്കൾക്ക് മാത്രമാണ് എന്നത് ഇക്കാലത്ത് നമ്മൾ തിരിച്ചറിയണം. ആ ബാധ്യത നമ്മളല്ലാതെ ഒരാളും ഏറ്റെടുക്കുകയില്ല. അതേസമയത്ത് ഭൗതികമായി നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനും അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുവാനുമുള്ള ബാധ്യത ഏറ്റെടുക്കുന്ന പേരിനെങ്കിലുമുള്ള സർക്കാരുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പേരിനെങ്കിലുമുള്ള അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സമൂഹവും ഒരു വേള അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴത്തെ കാലത്ത് ബദ്ധശ്രദ്ധയുള്ളവരാണ്. അതേസമയത്ത് നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഇസ്ലാമികമായ കാഴ്ചപ്പാട് പകർന്നു നൽകാനുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബാധ്യതയുള്ളത് നമ്മൾ മാതാപിതാക്കൾക്ക് മാത്രമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവരുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കനുസരിച്ചും SSLCക്ക് ശേഷമോ +2 ശേഷമോ ഏത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ തിരിച്ചുവിടുമ്പോഴും അതിന്റെ കൂടെ ആ മേഖലയിൽ മുന്നോട്ടു പോയാലും
എന്റെ മകൻ, എനിക്ക് ബാധ്യതയുള്ള എന്റെ മകൻ, അവൻ വഴിതെറ്റിപ്പോവുകയില്ല എന്ന്. അവൻ ഒരിക്കൽ നന്നാവാൻ പോവുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ദീർഘവീക്ഷണം നടത്തിയതുപോലെ അവൻ ഒന്നുകിൽ നന്നാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ മോശമാവാൻ പോവുകയാണ്. ഇതാണ് അവന്റെ മുമ്പിലുള്ള സാധ്യത. അവൻ ഏത് മേഖലയിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നാലും അവൻ സ്വാലിഹല്ലാത്ത, അള്ളാഹുവിന്റെ കാവൽ നഷ്ടപ്പെടുന്ന, സ്വന്തം കാര്യത്തിൽ സ്വന്തത്തിന് മാത്രം ഉത്തരവാദിത്തമുള്ള ഒരാളായി മാറാൻ പറ്റുകയില്ല. എന്റെ മകന് അള്ളാഹുവിന്റെ കാവലുണ്ടാകണം, അള്ളാഹുവിന്റെ മാർഗദർശനങ്ങൾ പാലിക്കാൻ അവന് കഴിയണം. അങ്ങനെ ദുനിയാവിന്റെ താവട്ടത്തിനപ്പുറത്ത് വിശാലമായ ജീവിതത്തെ കാണാൻ അവന് കഴിയണം എന്ന ബോധം നമുക്കുണ്ടാകണം. ആ നിലക്ക് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചുവിടണമെന്നല്ല. അങ്ങനെയും കുറച്ചാളുകൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായി വരും. അതുകൊണ്ട് താല്പര്യവും അഭിരുചിയുമുള്ള കുട്ടികളെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ജാഗ്രത ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കൾക്ക് സവിശേഷമായി ഉണ്ടാകണം. ഇനി നമ്മുടെ മക്കളെ അവരുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അവരുടെ സാധ്യതകൾക്കും അനുസരിച്ച് ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിലേക്കാണ് നമ്മൾ തിരിച്ചുവിടുന്നതെങ്കിൽ പോലും അതിന്റെ കൂടെ ശക്തമായ മതബോധമുള്ളവരായി അവർ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം കാലഘട്ടത്തിന്റെ വെല്ലുവിളി വളരെ വലുതാണ്. മതവിദ്യാഭ്യാസം നൽകാനുള്ള നമ്മൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു ബാധ്യത നിർവഹിക്കുക എന്നതിനപ്പുറത്ത് അത് നിർവഹിക്കാൻ നമ്മൾ മാത്രമേ ഒരു ഭാഗത്തുള്ളൂ എന്ന് വരുമ്പോൾ മറുഭാഗത്ത് അതല്ലാത്ത ഒരു ബോധം അവർക്ക് നൽകുവാൻ, മതനിരാസത്തിന്റെയും മതനിഷേധത്തിന്റെയും ധാർമ്മികതക്കും മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാത്ത ഒരു ജീവിതശൈലിയുടെയും പാഠങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ വളരെ ആസൂത്രിതമായ, ഒരു വേള ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള, ഗവൺമെന്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ തന്നെയും നമ്മുടെ നാട്ടിൽ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ വലിയ സംവിധാനങ്ങൾക്കെതിരെയാണ് നമ്മൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ നടത്തേണ്ടുന്ന ലളിതമെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന ഒരു പരിശ്രമം എന്ന ഗൗരവബോധവും ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. അതുകൊണ്ട് കേവലം കരിയർ പ്രധാനമായി, തൊഴിലധിഷ്ഠിതമായി, ഭൗതികമായ സാമ്പത്തികമായ സൗകര്യങ്ങളും നേട്ടങ്ങളും മാത്രം മുൻനിർത്തി നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും വിദ്യാഭ്യാസ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഉപരിപഠനത്തെക്കുറിച്ചുമൊക്കെ ആലോചിക്കുന്നതിന് പകരം ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് ജീവിതത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് കുറച്ച് ഗൗരവത്തിൽ ആ കാര്യങ്ങൾ ആലോചിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ബാധ്യത നമ്മളോട് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്ന ബോധം നമുക്കുണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സവിശേഷമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അവർ നേടിയെടുത്തിട്ടുള്ള എല്ലാ വിജയങ്ങളും അത് കേവലമായ ദുനിയാവിലെ ഒരു ജീവിത വിജയത്തിനപ്പുറത്തേക്ക് പരലോക ജീവിതത്തിൽ അവർക്ക് സ്വർഗത്തിലേക്ക് വഴികാട്ടുന്ന, അവർക്ക് ശാശ്വതമായ ഒരു അനുഗ്രഹീത ജീവിതം സമ്മാനിക്കുന്ന, നമുക്കവർ പരലോകത്ത് കൺകുളിർമയാകി മാറുന്ന അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടായി തീരുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا ندعوك كما أمرتنا فاستجب لنا كما وعدتنا اللهم إنا نستغيث برحمتك فأغثنا اللهم أغثنا غيثا مغيثا ماء غدقا هنيئا مريئا مريعا نافعا غير ضار عاجلا غير آجل يا أرحم الراحمين يا ذا الجلال والإكرام يا حي يا قيوم يا حنان يا منان برحمتك نستغيث اللهم اسقنا الغيث فلا تجعلنا من القانتين اللهم لا تجعلنا من المحرومين المطرودين اللهم اسقنا الغيث اللهم اسقنا الغيث يا ذا الجلال والإكرام اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك اللهم انصرنا على القوم الكافرين اللهم انصرنا على القوم اللهم انصرنا على الحكام الظالمين اللهم انصرنا عليهم يا عزيز يا جبار اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا المجاهدين في غزة اللهم انصرهم على اليهود الغاصبين المحتلين اللهم انصرهم على الأمريكان الظالمين المفسدين اللهم خذهم أخذ عزيز مقتدر فإنهم لا يعجزونك اللهم أرنا في الظالمين عجائب قدرتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.